ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിൽ നിന്ന് യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ജോൺ 15:7 യു മസ്റ്റ് റിമെയിൻ ഇൻ മീ ആൻഡ് മൈ ടീച്ചിങ് മസ്റ്റ് റിമെയിൻ ഇൻ യു, then you may ask for anything that you want, God will do it for you. ആമേൻ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഉരുക്കുകയും ചെയ്യുന്നു. ഈശോ നമുക്ക് തരുന്ന ഈ ഒരു വചനത്തെ ഒക്കെ നമ്മൾ തള്ളിക്കളയുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക് എടുക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ വചനങ്ങളിൽ എന്തു പറഞ്ഞതോ അത് മാത്രമേ മനുഷ്യന് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ ഇന്ന് നമുക്ക് തരുന്ന ഈ വചനത്തിൽ നമ്മളോട് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അതിവേഗം ബഹുദൂരം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ മറ്റുള്ളവരെ കാണാൻ കഴിയാൻ മേലാത്തൊരവസ്ഥയുണ്ടാകും. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ സഹജീവികൾ, നമ്മുടെ അയൽബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് കണ്ണു തുറന്നു നോക്കിയാൽ ഒത്തിരിയേറെ പേര് സഹനത്തിലൂടെ, പ്രയാസത്തിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ, ജോലി മേഖലയിലെ ബുദ്ധിമുട്ടുകളിലൂടെ, രോഗാവസ്ഥയിലൂടെ ഒക്കെ അനേകം പേര് കടന്നു പോകുന്ന അവസ്ഥകൾ ഇന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ തിരക്കിനിടയിൽ, ഓട്ടത്തിനിടയിൽ ഇവയൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ ഉള്ളൂ നമ്മളെപ്പോഴും ഇവയെപ്പറ്റി റിയലൈസ് ചെയ്ത് ഇവയെപ്പറ്റി നമ്മൾ തിരിഞ്ഞു നോക്കിയുള്ളൂ. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, മകനെ, മകളെ, നീ നിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്കൊന്ന് നോക്കിയിട്ട് നീ എന്നോടുകൂടി ആയിരിക്കുകയാണെങ്കിൽ, എന്നോട് ചേർന്ന് നിന്നിട്ട് അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ബലം തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് ഈ വചനങ്ങളിലൂടെ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഹോളി ട്രിനിറ്റിയുടെ ഈ ഒരു വാരത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈ ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാളാണ്, തിരുനാളാണ്. അപ്പം അവയിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഒരുപക്ഷെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. ആ കുടുംബത്തിലേക്കൊന്ന് നോക്കിയിട്ട്, അവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് നോക്കിയിട്ട്, അവരുടെ അസ്വസ്ഥതകളിലേക്കൊന്ന് നോക്കിയിട്ട് അവരെ കൂടെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി ഒന്ന് മുട്ടുകുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ആത്മീയതയെ കൂടി നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളും നിൻ്റെ പ്രയാസമാണെന്ന് കരുതി, മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളും നിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് കരുതിയാൽ ഒരുപക്ഷെ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്വീകരിക്കാൻ പറഞ്ഞ നസ്രയനായ ഈശോ. ആ വചനത്തോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ, നമ്മുടെ കൂട്ടുകാരൻ്റെ, നമ്മുടെ സഹോദരൻ്റെ, നമ്മുടെ മിത്രത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റൊരു വ്യക്തിയുടെ, അവൻ ഏത് തരം വ്യക്തിയായിരുന്നാലും അവൻ്റെ ആ കുടുംബത്തിൻ്റെ ആ ബുദ്ധിമുട്ടിലേക്ക്, അല്ല അവൻ്റെ രോഗാവസ്ഥയിലേക്ക്, ഇനി ആരെങ്കിലും സർജറിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ ഇന്ന് തരുന്ന ഈ വചനത്തെ നമുക്ക് കൈകൾ നീട്ടി സ്വീകരിക്കാം. ഈശോ പറഞ്ഞു തരികയാണ്, മകനെ, മകളെ, അങ്ങനെ നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ
നീ എന്തു ചോദിച്ചാലും അവ തരുവാനായിട്ട് ഒരു തമ്പുരാനുണ്ട്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നിട്ട് ഈശോയോട് അനുദപിച്ച് പശ്ചാത്തപിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുവാനുള്ള ഒരു പ്രാവീണ്യം, ഒരു കൃപ നമുക്കൊക്കെ തമ്പുരാൻ തരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ തരുന്ന ഈ വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് മുട്ടുകുത്തുവാൻ നമുക്കും ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവ